ഹായ് സന വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കേരളത്തിലെ എല്ലാ മദ്രസകളിലും പ്രവേശനോദ്ഘാടനം കേട്ടോ. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇന്ന് മദ്രസ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ ആദ്യമായി മദ്രസയിൽ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കണം മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുക. നമ്മൾ ഇന്ന് ആദ്യമായി പോകുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ ഇർഷാദ് സുബിയാൻ മദ്രസയിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചില കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. പുതുതായിട്ട് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മദ്രസയിൽ പഠിക്കുന്ന 1-ാം ക്ലാസ് 2-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ നമ്മൾ മദ്രസയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മളെ പിഞ്ചോമനകളെ വരവേൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ അവർക്ക് ബലൂണ്, മിഠായികൾ, പുതിയ പുസ്തകങ്ങൾ, പുതിയൊരു ആംബിയൻസ് തന്നെ ആ മദ്രസയിലുണ്ട്. പുതിയ ഡ്രസ്സും പുതിയ തൊപ്പിയും ഒക്കെ ഇട്ട് ഒരു ആകാംക്ഷയോടെയാണ് ഓരോരുത്തരും മദ്രസ അങ്കണത്തിലിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇവർക്ക് ബലൂണൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ച് നമ്മുടെ മദ്രസയുടെ ഉള്ളിലേക്ക് ഇരുത്തണം. പിന്നെ ഒരു മിഠായി, അവരാ പരിഭവം മുഖത്ത് കാണാം, ഒരു ചെറിയൊരു പരിഭവം ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിഠായിയൊക്കെ കൊടുത്ത് ഒരു പരിഭവം അവരാ മുഖത്ത് കാണുന്ന ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അതാണ് മാറിക്കിട്ടും. അത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. ഒരു പരിഭവം അവരെല്ലാവരും മുഖത്ത് തെളിഞ്ഞ് കാണാം. ഇനിയിപ്പോൾ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല സംഭവങ്ങളും നമുക്കറിയാം. മനുഷ്യൻ തമ്മിൽ സ്നേഹമില്ലാണ്ട് ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ മതത്തിന് അപ്പുറം മനുഷ്യനാണ് എന്നുള്ളൊരു ചിന്ത എന്നും ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. സാഹോദര്യം അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ പിഞ്ചോമനകൾ അതപടിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും നല്ലൊരു തലമുറയെ തന്നെ വാർത്തെടുക്കാനും നമ്മൾ ഈ പിഞ്ചോമനകൾ കൊണ്ട് കഴിയട്ടെ. കുറച്ചുകൂടി ഇങ്ങോട്ട് വരും കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള കാരമ്പത്തൂരുള്ള മദ്രസയിൽ. അപ്പോൾ എങ്ങനെ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. വർണ്ണശബളമായ അലങ്കരിച്ച നല്ലൊരു സ്മാർട്ട് ക്ലാസ് റൂമാണ് അവിടെ അവരെ വരവേൽക്കുന്നത്. നൂറുൽ ഹുദ മദ്രസ കാരമ്പത്തൂർ, അവിടെയും ഇതേപോലെ പ്രവേശനോത്സവം തന്നെ കേട്ടോ. എല്ലാ മദ്രസയിലും പ്രവേശനോത്സവം തന്നെയാണ്. ഞാനവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതേപോലെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മദ്രസയിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്ന കുട്ടികളെയാണ്. അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്കായിട്ട് അണിയിച്ചൊരുക്കിയ സ്മാർട്ട് ക്ലാസ് റൂം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവരെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ചകളാട്ടോ നമ്മൾ കാണുന്നത്. ഇതിലിരുന്നോ രണ്ടാളും ഇതിലിരിക്കും. ഒരാളും കൂടി ഇരുന്നോളൂ ഇവിടെ ഒരാളും കൂടി ഇരുന്നു. ഇതെന്ത് കാരണം
ഒന്നും കൂടി എല്ലാരും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു മാറ്റത്തിൻ്റെ കാഴ്ചകളായിട്ടാണ് നമ്മൾ കാണുന്നത്. മദ്രസകളൊക്കെ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലത്തെ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മാറ്റമാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഇതേപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും പുതിയ കുട്ടികളെ സ്വീകരിക്കാനും അവരെ കളർഫുള്ളായിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ ഇരുത്താനും നമ്മളെ പൊതുവിദ്യാലയം പോലെ മദ്രസകളും ഒരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പഠിക്കുന്നത് അറിയോ? അക്ഷരം അലിഫാണ്. ഏതാണ്? അലിഫ്. അലിഫിൽ നിന്നാണ് ആരുണ്ടായത്? അലിഫ് കൊണ്ടാണ് അല്ലാഹ് എന്ന് എഴുതുക അല്ലേ? അങ്ങനെ പെരുന്നാളും നമ്മുടെ 6-ാം നോമ്പൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം തുടങ്ങുകയാണ്. പുതിയ കുട്ടികളെല്ലാം ക്ലാസ് റൂമിലിരുന്നു. ഇനി അവർക്കുള്ള മിഠായി വിതരണങ്ങളാട്ടോ. അപ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ അവർക്കുള്ള മിഠായികളൊക്കെ വിതരണം ചെയ്തു. എങ്ങനെയാണ് എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ് ക്ലാസ് റൂമിലിരിക്കുന്നത്. ആ പരിഭവമൊക്കെ മാറിയിട്ടുണ്ട് മോത്തെ. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ബൈ.